തലേന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര പ്ലാനിങ്ങോടെയൊക്കെയാണ് കിടന്നത്. കാരണം നാളെ എഴുന്നേറ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ കരുതി. പക്ഷേ എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു ഉച്ച സമയം വരെ ഇങ്ങനൊരു കാര്യമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ളത് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തു പോയായിരുന്നു. വെറുതെ പോയതല്ല, ഭക്ഷണമൊക്കെ കഴിക്കാം, പിന്നെ കുറച്ച് ചെറിയൊരു പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചോറും കറിയും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് പുറത്തു പോയി കഴിക്കാൻ ഭയങ്കര താല്പര്യമാണല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ റഹ്മത്ത് ഹോട്ടലിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ പോയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. നമ്മൾ പോയ സമയം വെച്ച് നോക്കുമ്പോൾ ശരിക്കും നല്ല റഷ് ആവേണ്ടതാണ്, പക്ഷെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പൊറോട്ടയും ബീഫും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡാണെങ്കിൽ ഫിഷ് ബിരിയാണി ആയിരുന്നു, ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് അവിടുത്തത്. അപ്പോൾ പൊറോട്ടയൊക്കെ കണ്ടറിയുമല്ലോ, ഭയങ്കര ക്രിസ്പിയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പാരഗണിലും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ പൊറോട്ട. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ചെറിയൊരു പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചധികം ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി കുട്ടികൾക്ക് നാളെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനാണ്. അപ്പോൾ ഇത് നമ്മുടെ ഡിറ്റോക്സ് വാട്ടറാണ്. നമ്മുടെ കുക്കുംബർ, അതുപോലെ ലെമൺ, പിന്നെ മിൻറ്റ്, ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് നമ്മളൊരു വെള്ളത്തിൽ അങ്ങനെ വെക്കുക തലേന്ന് രാത്രി. എന്നിട്ട് പിറ്റേ ദിവസം നമ്മളതൊന്ന് അരിച്ചെടുത്ത് കുടിച്ചാൽ മതി, നല്ലതാണ്. ഇപ്പം നമ്മൾ ഡയറ്റൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് അങ്ങനെയൊക്കെ വേണ്ടി നല്ലതാണ്. അതുപോലെ കുറച്ച് സോയാബീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, സോയാബീൻ്റെ സീഡ്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചു. അത് കഴിഞ്ഞ് മീൻ കലാപരിപാടി. കുറച്ച് പാത്രം നമ്മൾ പുറത്തുനിന്ന് കഴിച്ചാലും അകത്തുനിന്ന് കഴിച്ചാലും പാത്രം എന്തായാലും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചു. അപ്പോൾ ഇന്ന് വെച്ച മത്തിക്കറി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി വെച്ചു. നമ്മൾ ചട്ടിയിലായതുകൊണ്ട് അത്ര പെട്ടെന്ന് അത് കേടാവില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് അങ്ങനെ തന്നെ ഇരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പുറത്തൊക്കെ പോകാനുള്ളത് കാരണം അലക്കിയ തുണി അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാഗിൽ ഇങ്ങനെ ഷീറ്റിട്ടത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഏത് ടൈം ആയാലും അവിടെ നമുക്ക് തുണി വിരിച്ചിടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ആ പണികളൊക്കെ വേഗം തീർത്തു. ഇനിയിപ്പോൾ നാളേക്ക് വെച്ച് കഴിഞ്ഞാൽ ചില സമയം ഓരോ മൂഡ് വരുമ്പോൾ നമ്മളത് അങ്ങ് തീർത്തേക്കണം. അതുകൊണ്ട് അതൊക്കെ വേഗം തീർത്തു. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും മക്കൾ രണ്ടുപേരും നല്ല ഉറക്കമാണ്. വലിയ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. രാത്രി മേല് കഴുകി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ച് മുഖം കഴുകും, അത്ര തന്നെയുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ലൂക്കേൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ തന്നെ ഏകദേശം സമയം 11:30 ആവും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.